ജസ്റ്റ് ക്യാമറ റോന്റെ അപ്പിയറൻസിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 19-നകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന സംഗതി ഇതാ, അതോടെ മുകളിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എവിടെ വന്നു കഴിഞ്ഞാലും വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എഡിറ്റിനകത്ത് ഓട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് BW എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്നതിന് അങ്ങനെ കൊടുക്കാം. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ റോന്റേതായിട്ടുള്ള ഒരു എഫക്റ്റിനോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. അതുപോലെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളറ് മോണോക്രോം. ഇപ്പം മോണോക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടോ, ജസ്റ്റ് ഞാൻ ഇവിടെ മോണോക്രോം ക്ലിക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ഇത് ആക്റ്റീവ് ആകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കളർ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഗ്ലോബൽ അഡ്ജസ്റ്റ്മെന്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പാർട്ടാണ് ബേസിക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സാധാരണ ഇതിൽ ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ്സിന് ഒരു വിൻഡോ എടുക്കേണ്ടി വരും, വ്യൂ സാച്ചുറേഷൻ ഒരു വിൻഡോ എടുക്കേണ്ടി വരും, ഓരോന്നിനും ഓരോ വിൻഡോ എടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് എന്താണ്, എല്ലാം കൂടെ ഒരു വിൻഡോക്കകത്താണ് സാധനം ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് കളറുകൾ മാറുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. കളേഴ്സ് എങ്ങനെയാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ദെൻ ടിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സാച്ചുറേഷന്റെ ഡെപ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനാണ് ടിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഏത് കളറാണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എക്സ്പ്രഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബ്രൈറ്റ്നസിന്റെ മറ്റൊരു പാർട്ടാണ് എക്സ്പ്രഷർ. ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് എത്രത്തോളാണോ വേണ്ടതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുറക്കണോ കൂട്ടണോ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കോൺട്രാസ്റ്റ്, ഏതൊരു ഇമേജിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കോൺട്രാസ്റ്റ് എന്നുള്ളത്. കാരണം എന്ത് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റും കൂടെ കൊടുക്കുമ്പോഴേ ആ പിക്ചർ നമുക്കൊരു ജീവൻ വെച്ച ഫീൽ കിട്ടുള്ളൂ. മറ്റേതൊരു മങ്ങിയ ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ജസ്റ്റ് കോൺട്രാസ്റ്റ് മൈനസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു ഫെയ്ഡ് ഫീലിലോട്ടായിരിക്കും വരുന്നത്. ആ കളേഴ്സിന്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് കോൺട്രാസ്റ്റ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഹൈലൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഹൈലൈറ്റിന്റെ ഒരു ആവശ്യം ഇതിനകത്ത് ലൈറ്റ്, ഇപ്പോൾ ഈ കവിളുടെ ഭാഗങ്ങൾ, നെറ്റിന്റെ ഭാഗങ്ങൾ, സ്കിന്നിനകത്ത് കാണിക്കുന്ന ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന അഥവാ വൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് കണ്ടോ. ഇതിനകത്ത് നമ്മൾ ചേഞ്ചസ് കൊടുക്കുമ്പോൾ കൂടുതലും ചേഞ്ച് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ചേഞ്ച് വരുന്നുണ്ടാവും, ഈ മുഖത്തുള്ള ഭാഗങ്ങളിൽ ചേഞ്ച് വരുന്നുണ്ടാവും. അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഷാഡോ, അതുപോലെ ബ്ലാക്ക്, ഡാർക്ക് പോർഷൻസിനെ ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും. അപ്പോൾ ഷാഡോ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ബ്ലാക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് കണ്ടോ, ഏതൊക്കെ ഭാഗങ്ങളാണ് ചേഞ്ച് വരുന്നത് ശ്രദ്ധിക്കാം. വൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം ലൈറ്റ് കളേഴ്സിനോട് അല്ലെങ്കിൽ വൈറ്റിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എക്സ്പ്രഷർ, ഹൈലൈറ്റ്സ്, വൈറ്റ്സ്. ഡാർക്കിനോട് ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഷാഡോ, ബ്ലാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടെക്സ്ചർ, ക്ലാരിറ്റി, ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള മറ്റൊരു പാർട്ടാണ് ടെക്സ്ചറും ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ടെക്സ്ചർ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏജ് കൂടിയ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് വരുന്നത്. ടെക്സ്ചറിന്റെ ഇത് വരുന്നത് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിന്ന് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ടെക്സ്ചർ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കാം. ദെൻ ക്ലാരിറ്റി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ആ സ്കിന്ന് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും കണ്ടോ. അപ്പൊ ഒരു ഏജ് കൂടിയ രീതിയിലൊക്കെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഇപ്പം ഇപ്പം ഈ ക്യാമറ റോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോട്ടോക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു മാനിപ്പുലേഷൻ ചെയ്തിട്ട് അതിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ റഫായിട്ട് നിൽക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിറ്റിയും ടെക്സ്ചറിനെയും ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റഫായിട്ട് കാണിക്കും. അപ്പൊ ഒരു ഫേസിന് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് നമ്മളിത് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ സ്കിന്ന് നമുക്ക് ഭയങ്കര റഫായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഏജ് കൂടുതലായിട്ടാണ് തോന്നിക്കുക. അല്ല ഇപ്പൊ കുട്ടികളുടെ ഒരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും അല്ലെ, നിങ്ങളൊരു ഫേസ് ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും, അതിന്റെ ഒന്നും കൂടെ റഫായിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ആ ഏജിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമുക്കവിടെ ടെക്സ്ചർ, ക്ലാരിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇവിടെ വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ടോട്ടലി ഇത് സംഭവിക്കുന്നുണ്ട്, അല്ലാതെ സ്കിന്ന് മാത്രമല്ല. സ്കിന്ന് മാത്രം എങ്ങനെയാന്നുള്ളത് നമുക്ക് പറയാനുള്ളതാണ്. അതുപോലെ ഡിഹൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിനകത്ത് ഉണ്ടാകുന്ന ഒരു വൈറ്റ്നെസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പാർട്ടാണ് ഡിഹൈസ് എന്നുള്ളത്. ഡിഹൈസ് മൈനസ് ചെയ്യുന്നതിനനുസരിച്ച് ആ വൈറ്റ് പോർഷൻസ് അതിനകത്ത് ഇൻക്രീസ് ചെയ്ത് വരും. ദെൻ ഡിഹൈസിന്റെ വാല്യൂടെ കൂട്ടുന്നതിനനുസരിച്ച് ആ വൈറ്റ് പോർഷൻ നമുക്ക് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് വൈബ്രൻസ്, കളേഴ്സിന്റെ ഒന്നും കൂടെ ഡെപ്ത് കൊണ്ടുവരാൻ. അപ്പം ആക്ച്വലി ഈ വൈബ്രൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂല. അപ്പം ഒരു RGB ഫീലാണ്, ഒരു ഫ്ലൂറസെന്റ് ഫീലാണ് നമുക്ക് ആ വൈബ്രൻസിനകത്തൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു ക്യാമറ റോ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇമേജ് ഞാൻ CMYK-ലാണ് എടുത്തതെന്ന് വിചാരിക്കാം. CMYK-ലാണെന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൽ നമുക്ക് എന്ത് വർക്കല്ല, ക്യാമറ റോ വർക്കല്ല. അപ്പൊ നിങ്ങൾ പ്രിന്റിങ്ങിന് വേണ്ടിയില്ല, ഇപ്പൊ ഒരു ജ്വല്ലറിന്റെ ഒരു പരസ്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിന്റെ ഒരു ബോർഡ് അടിക്കാനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ കിട്ടിയ ഫോട്ടോസിനെ നിങ്ങൾക്ക് മാക്സിമം ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളോട് ഉപയോഗിക്കുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RGB ആയിരിക്കെ
കൺട്രോൾ വൈ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടോ RGB ബാർ CMYK എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് CMYKക്കകത്തുള്ള കളറുകൾ കാണാനും പറ്റും, എന്നാലും RGBക്കകത്തുള്ള എഫക്റ്റ് ഉപയോഗിക്കാനും പറ്റും. കൺഫ്യൂഷൻ ആവരുത്. അത് ഇപ്പോ RGB ആണുള്ളത്. എന്താ പ്രിന്റിന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് CMYK സപ്പോർട്ട് ചെയ്യുള്ളൂ മെഷീനകത്ത്. കാരണം RGB നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് എന്തായിരിക്കും പ്രിന്റ് വരിക, CMYK കളർ ടോണേ കിട്ടുള്ളൂ. അത് CMYKയിലായിട്ടാണ്. CMYKയിലായിട്ട് തരും. അപ്പോൾ അതിന്റെ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ചില കളറുകൾ, ഇപ്പോ ചില ഗ്രീൻ കളറുകള് ഡിസൈൻ ഓക്കെ എടുത്തു. ഇപ്പൊ നമ്മൾ RGBയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ RGBയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സാധനം കണ്ടോ, കൺട്രോൾ വൈ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് കളർ ചേഞ്ച് നോക്കാം. കണ്ടോ നോർമലി ഇപ്പൊ ഞാൻ രണ്ടു അടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് RGBയിലാണ് സംഗതി വരുന്നത്. കണ്ടോ RGBയിലാണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, കൺട്രോൾ വൈ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അത് CMYKയിലോട്ട് വന്ന്. അപ്പോൾ RGB എടുത്തിട്ട് കൺട്രോൾ വൈ പ്രസ് കഴിഞ്ഞാൽ ഗുണതാണ്, നിങ്ങൾക്ക് RGBയുടെ എഫക്റ്റുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം, എന്നാലോ CMYKന്റെ കളറുകൾ കാണാനും പറ്റും. ഫിൽറ്ററിൽ ക്യാമറ